ഇത് പേയ്പാലിൻ്റെ അക്കൗണ്ട്സ് പേജാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ ഇതിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ബാലൻസ് അങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റയാണുള്ളത്. ഇത് ഒരിക്കലും വേറൊരാൾക്ക് കാണാനോ ആക്സസ് ചെയ്യാനോ പറ്റരുത്, ഈ അക്കൗണ്ട് ഓണർക്കല്ലാതെ. അപ്പോൾ ഇവിടെ അറ്റാക്കർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ URL കഴിഞ്ഞിട്ട് malicious.css എന്നൊരു പേര് ആഡ് ചെയ്തു. സോ അത് ക്യാഷിംഗ് സെർവർ കണ്ടിട്ട് ഒരു സ്റ്റാറ്റിക് ഫയൽ, ഒരു CSS ഫയലാന്ന് ഓർത്ത് അത് അതിൽ ക്യാഷ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ URL ഉള്ള ആർക്ക് വേണേലും ആ ടോട്ടൽ ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നൊരവസ്ഥയായി. ഇതെന്ത് ടൈപ്പ് ബഗ്ഗാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു വെബ് ക്യാച്ച് ഡിസപ്ഷനെ പറ്റി ഒരു വീഡിയോ വേണമെന്ന്. സോ നമ്മൾ ഈ വീഡിയോയിൽ വെബ് ക്യാച്ച് ഡിസപ്ഷൻ എന്താണെന്നും വെബ് ക്യാച്ച് പോയിസണിങ് എന്താണെന്നും ഓപ്പൺ റീഡയറക്റ്റ് എന്താണെന്ന് നോക്കും. എന്നിട്ട് ഇതെല്ലാം നമ്മൾ റിക്വസ്റ്റ് സ്മഗ്ലിങ്ങിൻ്റെ കൂടെ ചേഞ്ച് ചെയ്ത് അറ്റാക്ക് ചെയ്യും. അതിൻ്റെ ലൈവ് എക്സാമ്പിളും കാണിക്കും. ഇത് നമ്മുടെ ബഗ് ബൗണ്ടി സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ അതിൻ്റെ പ്ലേലിസ്റ്റ് കാണും. സോ ബാക്കി വീഡിയോസും കാണുക. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പേയ്പാലിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചില്ലേ? അവിടെ നമ്മൾ എന്താ ചെയ്തേ? ക്യാഷ് സെർവറിനെ ട്രിക്ക് ചെയ്ത് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഡേറ്റ നമ്മൾ അതിനെ കൊണ്ട് സ്റ്റോർ ചെയ്യിപ്പിച്ചു. സോ അങ്ങനെയുള്ള ബഗ്ഗുകളെയാണ് നമ്മൾ വെബ് ക്യാച്ച് ഡിസപ്ഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് വെബ് ക്യാച്ച് പോയിസണിങ്? വെബ് ക്യാച്ച് പോയിസണിങ്ങിൻ്റെ കേസിൽ ഒരു സെൻസിറ്റീവ് ഡേറ്റ അല്ല സ്റ്റോർ ചെയ്യുന്നത്. ഈ സിനേറിയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫയൽ, ഒരു ജാവാസ്ക്രിപ്റ്റോ CSSO ഫയൽ, ആ ഫയലിൻ്റെ റെസ്പോൺസിൽ ഇതുപോലൊരു സ്ക്രിപ്റ്റ് അലേർട്ട് ടാഗ് നമുക്ക് ക്യാഷ് സെർവറിനെ കൊണ്ട് സേവ് ചെയ്യിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു നോർമൽ യൂസറിന് ഈ ക്യാഷ് സെർവർ സേവ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഈ പേലോഡ് അയച്ചു കൊടുക്കും. സോ അയാളുടെ ബ്രൗസറിൽ എപ്പോഴും ഈ അലേർട്ട് വന്നുകൊണ്ടിരിക്കും. ആ അലേർട്ട് എങ്ങനെ വേണം നമുക്ക് ചേഞ്ച് ചെയ്യാം. ലൈക്ക് യൂസർ നെയിമും പാസ്വേഡും സ്റ്റീൽ ചെയ്യാൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതും വേണ്ട, അയാളുടെ സെഷൻ കുക്കി നമ്മളിലോട്ട് സെൻഡ് ചെയ്യുന്ന രീതിയിൽ ആ പേലോഡ് സെറ്റ് ചെയ്യാം. സോ അങ്ങനൊരു കേസാണ് വെബ് ക്യാച്ച് പോയിസണിങ് എന്ന് പറയുന്നത്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ച് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് വെബ് ക്യാച്ച് ഡിസപ്ഷൻ നോക്കാം. നമ്മൾ റിക്വസ്റ്റ് സ്മഗ്ലിങ്ങുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇത് CLTE ആണോ TCL ബേസ്ഡ് ആർക്കിടെക്ചർ ആണോ ബാക്ക് എൻഡിലെന്ന് നോക്കാം. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ല. സോ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഇതിൻ്റെ പ്രീവിയസ് റിക്വസ്റ്റ് സ്മഗ്ലിംഗ് വീഡിയോസ് കാണുക. ഈ കേസിൽ നമുക്കൊരു കണക്ഷൻ ടൈം ഔട്ട് കിട്ടുന്നുണ്ട്. സോ അത് CLTE ആണ്. ഇനി നമുക്കത് കൺഫേം ചെയ്യാം. ആ സൈറ്റിൽ ഇല്ലാത്ത ഒരു റൗട്ടിലോട്ട്, ഇപ്പോൾ /zodiac ഒരു ഗെറ്റ് റിക്വസ്റ്റ് അയച്ചു നോക്കാം. അപ്പോൾ നമുക്കൊരു 404 കിട്ടി. അങ്ങനെ നമ്മൾ കൺഫേം ചെയ്തു. ഇനി ഈ സൈഡിൽ നമുക്ക് യൂസറായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു API കീ കിട്ടും. അത് റിക്വസ്റ്റും റെസ്പോൺസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഗെറ്റ് റിക്വസ്റ്റ് ആണ് /myaccount&id. ആ റെസ്പോൺസിൽ നമുക്ക് API കീയും കാണാം. ഇനി ആ ID സെക്ഷൻ നമുക്കൊന്ന് മാറ്റി നോക്കിയിട്ട് /account വെച്ച് മാത്രം അയക്കാം. സെഷൻ കുക്കി അവിടെ തന്നെ ഉണ്ട്. സോ നമ്മൾ റിക്വസ്റ്റ് അയച്ചപ്പോൾ ആ API നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് ഈ റൗട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വെബ് ക്യാച്ച് ഡിസപ്ഷനിലോട്ട് കിടക്കാം. സോ നമ്മൾ ഈ ഗെറ്റ് റിക്വസ്റ്റ് വെച്ച് വേറെ ഏതെങ്കിലും യൂസറിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള API കീ ക്യാഷ് സെർവറിനെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ ഈ tracking.js ഫയൽ ഈ സെർവർ ക്യാഷ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? ക്യാഷ് കൺട്രോൾ ഏജ് ഓഫ് 30 സെക്കൻഡ്സ്. എപ്പോഴൊക്കെ ഞാൻ റിക്വസ്റ്റ് അയക്കുന്നോ അപ്പോഴെല്ലാം ഈ ഏജ് കൂടുന്നുണ്ട്. അതായത് എല്ലാം 30 സെക്കൻഡിലും ഫയൽ ക്യാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് 30 സെക്കൻഡ് ആകുമ്പോൾ ഈ ഒരു ഗെറ്റ് റിക്വസ്റ്റ് നമുക്ക് ആ JS ഫയലിൻ്റെ ഗെറ്റ് റിക്വസ്റ്റിൻ്റെ ടോപ്പിലിടാൻ പറ്റുവാണ് റിക്വസ്റ്റ് സ്മഗ്ലിംഗ് യൂസ് ചെയ്ത്. ആ ക്യാഷ് സെർവറിന് കിട്ടുന്ന റെസ്പോൺസ് ആ JS ഫയലിൻ്റെ ആയിരിക്കില്ല, നമ്മുടെ /myaccount റെസ്പോൺസ് ആയിരിക്കും. സോ 30 സെക്കൻഡ് കഴിഞ്ഞുകൊണ്ട് ആ റെസ്പോൺസ് അത് ക്യാഷ് ചെയ്യാം. ബാക്കിംഗ് സെർവർ ഇതിങ്ങനെ ആയിരിക്കും റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ ഗെറ്റ് റിക്വസ്റ്റ് ടു /myaccount, അതിന് ശേഷം ഈ ഗെറ്റ് റിക്വസ്റ്റ് ഓഫ് tracking.js ആഡ് ആവും. സോ ഫസ്റ്റ് ഗെറ്റ് റിക്വസ്റ്റിനായിരിക്കും റെസ്പോൺസ് വരുന്നത്. ഇനി നമുക്ക് ആ tracking.js ഫയലിൻ്റെ ഏജ് 30 സെക്കൻഡ്സ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് റിക്വസ്റ്റ് അയച്ചു നോക്കാം. അപ്പോൾ 0-ലാണ് കിടക്കുന്നത്. ഇത് 27-ഓ 28-ഓ ആവുന്നവരെ നമ്മൾ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കണം. ആ ടൈം ആവാറാകുമ്പോൾ നമ്മുടെ ഗെറ്റ് റിക്വസ്റ്റ് ടു myaccount സ്മഗിൾ ചെയ്ത് ബാക്ക് എൻഡ് സെർവറിൽ എത്തിക്കണം. അത് കറക്റ്റ് ടൈമിൽ എത്തിക്കാൻ പറ്റിയ നമ്മുടെ JS ഫയലിൻ്റെ റിക്വസ്റ്റിൻ്റെ ടോപ്പിൽ ഈ ഗെറ്റ് റിക്വസ്റ്റ് ആഡ് ആവും. എന്നിട്ട് JS ഫയലിൻ്റെ റിക്വസ്റ്റിന് ഏതെങ്കിലും ഒരു യൂസറിൻ്റെ API കീ റെസ്പോൺസ് ആയിട്ട് കിട്ടും. കണ്ടോ? കറക്റ്റ് 30 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ആ ക്യാഷിംഗ് സെർവർ നമ്മുടെ ഗെറ്റ് റിക്വസ്റ്റ് ടു myaccount റെസ്പോൺസ് ക്യാഷ് ചെയ്തു. അതായത് വേറൊരാളുടെ API കീ ക്യാഷ് ചെയ്ത് വെച്ചു. ഇനി എപ്പോഴൊക്കെ ആ tracking.js ഫയലിന് റിക്വസ്റ്റ് വന്നോ അതിനെല്ലാം ഈ റെസ്പോൺസ് കിട്ടാൻ പോകുന്നത്, അതായത് വേറൊരു ലെജിറ്റ് യൂസറിൻ്റെ API കീ. സോ ഇങ്ങനെയാണ് വെബ് ക്യാച്ച് ഡിസപ്ഷൻ റിക്വസ്റ്റ് സ്മഗ്ലിങ്ങിലൂടെ ചേഞ്ച് ചെയ്ത് അച്ചീവ് ചെയ്യുന്നത്. സോ ഇനി നമുക്കൊരു ബഗ് റിപ്പോർട്ട് നോക്കാം. ഇത് ഷോപ്പിഫൈക്ക് ഒരു അറ്റാക്കർ റിപ്പോർട്ട് ചെയ്താണ്.
$3,800 ബൗണ്ടി ആയിട്ട് കിട്ടിയത്. ഇവിടെ ഒരു ഗെറ്റ് റിക്വസ്റ്റ് ഒരു JS ഫയലിന് അയച്ചു കഴിയുമ്പോൾ ആ സെർവർ അത് ക്യാഷ് ചെയ്ത് വെക്കും. പക്ഷേ നമ്മുടെ അറ്റാക്കർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഫോർവേഡ് സ്ലാഷിന് പകരം എല്ലാം ബാക്ക് സ്ലാഷ് ഇട്ട് ആ റിക്വസ്റ്റ് അയച്ചു. അപ്പോൾ ഒരു 404 റെസ്പോൺസ് കിട്ടി. ആ 404 റെസ്പോൺസ് ആ സെർവർ ക്യാഷ് ചെയ്തു. പിന്നെ ആരൊക്കെ ആ സൈറ്റ് എടുക്കാൻ നോക്കുന്നു അവർക്കെല്ലാം ഒരു 404 എറർ കാണിച്ചുകൊണ്ടിരുന്നു. സോ ഇത് എന്ത് ടൈപ്പ് ബഗ്ഗാണ്? വെബ് ക്യാച്ച് ഡിസപ്ഷൻ ആണോ വെബ് ക്യാച്ച് പോയിസണിങ് ആണോ? നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് വെബ് ക്യാച്ച് പോയിസണിങ് എങ്ങനെയാണ് റിക്വസ്റ്റ് സ്മഗ്ലിങ്ങിലൂടെ ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മൾ വേറൊരു ബഗ് ടൈപ്പ് പഠിക്കണം, ഓപ്പൺ റീഡയറക്റ്റ്. സോ അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് CLTE ആണോ TCL ബേസ്ഡ് ആർക്കിടെക്ചർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാം. സോ ഇവിടെ CLTE ബേസ്ഡ് ആണ്. നമ്മുടെ ഈ ടാർഗറ്റ് വെബ്സൈറ്റിന് നെക്സ്റ്റ് പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ റിക്വസ്റ്റ് നമ്മൾ ബെർപ്പിൽ നോക്കുമ്പോൾ ഒരു 302 റെസ്പോൺസാണ് കിട്ടുന്നത്. നമ്മൾ നെക്സ്റ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റീഡയറക്റ്റ് ചെയ്ത് വേറൊരു അഡ്രസ്സിലോട്ട് വിടുന്നത്. ആ ലൊക്കേഷനാണിത്. സോ നമുക്ക് ഈ ലൊക്കേഷൻ മാറ്റി നമ്മൾ കൺട്രോൾ ചെയ്യുന്നൊരു വെബ്സൈറ്റിൻ്റെയോ സെർവറിൻ്റെയോ അഡ്രസ്സ് കൊടുക്കാൻ പറ്റിയ ആ സൈറ്റിനെ കൊണ്ട് തന്നെ ലെജിറ്റ് യൂസേഴ്സിനെ നമ്മുടെ സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് വിടാൻ പറ്റും. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു റീഡയറക്റ്റിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയോ ഫേസ്ബുക്ക് അക്കൗണ്ടിലൊക്കെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഹോം എന്ന് പറഞ്ഞിട്ട് വേറൊരു ലിങ്കിലോട്ട് റീഡയറക്റ്റ് ചെയ്താണ് വിടുന്നത്. ഇനി നമുക്ക് ഓപ്പൺ റീഡയറക്റ്റ് ഇവിടെ പോസിബിൾ ആണോ എന്ന് നോക്കാം. അതായത് നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന സെർവറിലോട്ട് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. അതിനുവേണ്ടി നമുക്ക് റിക്വസ്റ്റ് സ്മഗ്ലിംഗ് യൂസ് ചെയ്യാം. നമ്മുടെ post/next എന്നുള്ള റൗട്ട് സ്മഗിൾഡ് ഗെറ്റ് റിക്വസ്റ്റ് ആയിട്ട് അയക്കുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്ന റെസ്പോൺസിൻ്റെ ലൊക്കേഷൻ കണ്ടോ, ആ post/post ID 7 ചേഞ്ച് ആയി. സോ നമുക്കത് ടാമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ സ്മഗിൾഡ് റിക്വസ്റ്റിൻ്റെ ഹോസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ അറ്റാക്ക് റിക്വസ്റ്റിൽ ഹോസ്റ്റ് എന്ന് പറയുന്ന ഹെഡർ ആഡ് ചെയ്യാം. ആ ഹോസ്റ്റ് ഹെഡറിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ zodiac.com, നിങ്ങൾക്ക് എന്ത് വേണേൽ കൊടുക്കാം. ഞാനൊരു സാമ്പിളായിട്ട് കൊടുത്തതാണ്. ഇനി ആ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്മഗിൾഡ് റിക്വസ്റ്റ് ആ ബാക്ക് എൻഡ് സെർവറിലെത്തി. ഇനി നമ്മുടെ സെക്കൻഡ് ഗെറ്റ് റിക്വസ്റ്റ് അയക്കാം. സോ നമ്മുടെ സ്മഗിൾഡ് റിക്വസ്റ്റ് ഇതിൻ്റെ ടോപ്പിലോട്ട് ആഡ് ആവും. റിട്ടേൺ വന്ന റെസ്പോൺസ് കണ്ടോ, അതിൽ zodiac.com/post ID 7. സോ ഇവിടെ ഓപ്പൺ റീഡയറക്റ്റിന് ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇതുപോലെ റാൻഡം വെബ്സൈറ്റ് കൊടുക്കുന്നതിന് പകരം നമ്മുടെ സെർവറിൻ്റെ അഡ്രസ്സ് കൊടുക്കും. നമ്മുടെ മലീഷ്യസ് കോഡ് റൺ ആവുന്ന ഒരു സെർവർ. ഫോർ എക്സാമ്പിൾ ഇതാണ് എൻ്റെ സെർവറിൻ്റെ ലൊക്കേഷൻ ആൻഡ് ഈ മലീഷ്യസ് കോഡാണ് അതിൽ റൺ ആവുന്നത്. അപ്പോൾ ഈ അഡ്രസ്സ് ഞാൻ ഹോസ്റ്റിൽ ആഡ് ചെയ്യുവാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം പറയാം, ഇതിൽ ഓപ്പൺ റീഡയറക്റ്റ് ഉണ്ട്. നമ്മൾ ആഡ് ചെയ്യുന്ന ഹോസ്റ്റ് റീഡയറക്റ്റ് ലൊക്കേഷനായിട്ട് ചേഞ്ച് ആവുമെന്ന് മനസ്സിലായി. ബട്ട് നമുക്ക് ആ പോസ്റ്റ് ID ലൊക്കേഷൻ അല്ല ചേഞ്ച് ചെയ്യേണ്ടത്. ഈ റീഡയറക്റ്റ് നമുക്ക് ഈ സെർവറിനെ കൊണ്ട് ക്യാഷ് ചെയ്യിപ്പിക്കണം. സോ നമുക്കൊരു സ്റ്റാറ്റിക് ഫയൽ ചൂസ് ചെയ്യാം. ഇവിടെ ഒരു tracking.js ഫയലുണ്ട്. അതിൻ്റെ ക്യാഷ് കൺട്രോൾ 30 ആണ്. സോ നമ്മുടെ ഏജ് കറക്റ്റ് 28 അല്ലെങ്കിൽ 29 റീച്ച് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ അറ്റാക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ഇവിടെ നമ്മൾ 3 കാര്യമാണ് ചെയ്യുന്നത്. അതായത് റിക്വസ്റ്റ് സ്മഗ്ലിംഗ്, ഓപ്പൺ റീഡയറക്റ്റ് ആൻഡ് വെബ് ക്യാച്ച് പോയിസണിങ്. നമ്മൾ റിക്വസ്റ്റ് സ്മഗ്ലിംഗ് യൂസ് ചെയ്ത് ഓപ്പൺ റീഡയറക്റ്റ് ബഗ് ഈ ക്യാഷിംഗ് സെർവറിനെ കൊണ്ട് ക്യാഷ് ചെയ്യിപ്പിച്ച് വെബ് ക്യാച്ച് പോയിസണിങ് അറ്റാക്ക് കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മൾ വെബ് ക്യാച്ച് പോയിസണിങ് യൂസ് ചെയ്ത് ഇനി ആ സൈറ്റ് യൂസ് ചെയ്യാൻ പോകുന്ന എല്ലാ നോർമൽ യൂസേഴ്സും ആ സൈറ്റ് ലോഡ് ചെയ്യുമ്പോഴത്തേനും ഈ tracking.jsഉം ലോഡായിട്ട് നമ്മുടെ സൈറ്റിലോട്ട് ആ ഒറിജിനൽ സൈറ്റ് ലെജിറ്റ് യൂസേഴ്സിനെ റീഡയറക്റ്റ് ചെയ്ത് വിടും. ഇനി നമ്മുടെ സെർവറിൽ നമുക്ക് എന്ത് കോഡ് വേണേൽ റൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ അവരുടെ സെഷൻ കുക്കി സ്റ്റീൽ ചെയ്യുന്നൊരു കോഡാണ് റൺ ചെയ്തെങ്കിൽ ആ സൈറ്റ് തന്നെ എൻ്റെ മലേഷ്യ സെർവറിലോട്ട് അവരുടെ യൂസേഴ്സിനെ റീഡയറക്റ്റ് ചെയ്തിട്ട് ആ യൂസേഴ്സിൻ്റെ സൈഡിൽ എൻ്റെ കോഡ് റണ്ണായിട്ട് അവരുടെ സെഷൻ കുക്കി എല്ലാം എനിക്ക് സ്റ്റീൽ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ വെബ് ക്യാച്ച് പോയിസണിങ്ങിൻ്റെ ഇമ്പാക്റ്റ് കാണിക്കുന്നത്. സോ എനിക്ക് ഒരു ചാനലും കൂടെ ഉണ്ട്, സോഡിയാക്. ഈ ചാനലിൻ്റെ ഹോം പേജിൽ പോയാൽ അതിൻ്റെ ലിങ്ക് കാണിക്കും. നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ട്വിറ്റർ പേജ്, ലിങ്ക്ഡിൻ ആൻഡ് ട്വിച്ച് പേജ് ഫോളോ ചെയ്യുക. ഇതെൻ്റെ ഒരു ഗിറ്റ്ഹബ് പേജാണ്. ഇതിൽ CTF റൈറ്റപ്സ്, ബഗ് ബൗണ്ടി, റിവേഴ്സ് എഞ്ചിനീയറിംഗ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗും റൈറ്റപ്പുകളുമാണ്. ചെക്കൗട്ട് ചെയ്യുക. ഇതിൻ്റെ ലിങ്കും നമ്മുടെ ലിങ്ക് സെക്ഷനിൽ കിടപ്പുണ്ട്. സോ ഇതാണ് എൻ്റെ ബഗ് ബൗണ്ടി റിലേറ്റഡ് ബ്ലോഗ്. ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ പോയി പ്ലേലിസ്റ്റ് എടുത്ത് കാണുക. ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ കുറച്ച് ലൈവ് ബഗ് ബൗണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്.